തലപതിയാണ് എൻ്റെ ഗില്ലിൻ്റെ റിലീസിൻ്റെ കളക്ഷൻ അപ്ഡേറ്റ്, ആവേശം, ആട് ജീവിതം, അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്നീസിലുള്ള കളക്ഷൻ അപ്ഡേറ്റ് ആണ് വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ഗില്ലി എന്ന സിനിമേൻ്റെ റിലീസ് നടന്ന കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ. സിനിമേൻ്റെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ റിപ്പോർട്ടുകൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. തമിഴ്നാട്ടിൽ നിന്ന് സിനിമ ആദ്യ ദിവസം 4.30 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. മറ്റു ഭാഗത്ത് നിന്ന് ഓൾമോസ്റ്റ് 50 ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ്റെ പുറത്തുനിന്ന് ഓവർസീസ് ആയിട്ട് സിനിമയ്ക്ക് 2.90 കോടിയും സിനിമ നേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമ ആദ്യ ദിവസം ഗില്ലിൻ്റെ 4K ക്വാളിറ്റിയിൽ റിലീസ് ചെയ്ത റിലീസിൽ മാത്രം സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് 7.7 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ 12.2 കോടിൻ്റെ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും റിലീസ് ആണെങ്കിൽ പോലും തലപതി അണ്ണൻ്റെ ആ സ്വാഗ് കാണാൻ ഇപ്പോഴും പ്രേക്ഷകർ തിയേറ്ററിലോട്ട് പോകുന്നുണ്ട്. ആട് ജീവിതം എന്ന സിനിമേൻ്റെ 25 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റും വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് പറയുന്നത്. കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഈ സിനിമ കേരളത്തിൽ നിന്ന് 20 ദിവസമായപ്പോൾ സിനിമ 68.71 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 21 ദിവസമായ ബുധനാഴ്ച സിനിമയ്ക്ക് 1.20 കോടിയാണ്. 22 ദിവസം വ്യാഴാഴ്ച 1.6 കോടി. 23 ദിവസം 81 ലക്ഷം. 24 ദിവസം 91 ലക്ഷം. അതുപോലെ തന്നെ 25 ദിവസം ഞായറാഴ്ച സിനിമയ്ക്ക് 1.28 കോടി. അങ്ങനെ 25 ദിവസം കൊണ്ട് ടോട്ടൽ ഗ്രോസ് ആയിട്ട് കേരള ബോക്സ് ഓഫീസിന് 73.97 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററിലോട്ടാണ് സിനിമ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നോക്കുകയാണെങ്കിൽ 6.22 കോടി, തമിഴ്നാട് 8.6 കോടി, APTS സിനിമയ്ക്ക് 2.56 കോടി, നോർത്ത് ഭാഗത്ത് സിനിമയ്ക്ക് 2.7 കോടി. ഡൊമസ്റ്റിക് ആയിട്ട് അങ്ങനെ നോക്കുമ്പോൾ 93.51 കോടി കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻ UAE, GCC, നോർത്ത് അമേരിക്ക, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ ഭാഗത്തു നിന്നൊക്കെ ടോട്ടലായിട്ട് ഓവർസീസിന് 57.8 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് 25 ദിവസം കൊണ്ട് ഗ്ലോബൽ ടോട്ടലായിട്ട് സിനിമ 151.31 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും മികച്ചൊരു കളക്ഷനിലോട്ട് തന്നെയാണ് സിനിമ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ എടാ മോനെ ആവേശം സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റ് ആണ്. സിനിമയുടെ കേരള കളക്ഷൻ 11 ദിവസത്തെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകുന്നുണ്ട്. സിനിമയ്ക്ക് എല്ലാ ദിവസവും 3 കോടിന് മുകളിലാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കുന്നത്. 8 ദിവസം പിന്നിടുമ്പോൾ സിനിമയ്ക്ക് 28.15 കോടിയാണ് കേരളത്തിൽ നേടാൻ സാധിച്ചിരിക്കുന്നത്. 9ാമത്തെ ദിവസം വെള്ളിയാഴ്ച സിനിമയ്ക്ക് 3.25 കോടിയാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ശനിയാഴ്ച ദിവസം 10ാം ദിവസം സിനിമയ്ക്ക് 3.74 കോടി. ഞായറാഴ്ച ദിവസം 11ാമത്തെ ദിവസം സിനിമയ്ക്ക് 4.29 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 11 ദിവസം പിന്നിടുമ്പോൾ സിനിമ കേരളത്തിൽ മാത്രമായിട്ട് 39.43 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. 40 കോടിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ 11 ദിവസം കൊണ്ട് കേരളത്തിൽ മാത്രമായിട്ട്. എല്ലാ ദിവസവും 3 കോടിന് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കുന്നത്. 11 ദിവസമായിട്ട് പോലും കേരള ബോക്സ് ഓഫീസിന് ഒരു ബ്ലോക്ക് ബസ്റ്ററിലോട്ടാണ് സിനിമ നീങ്ങുന്നത്. കർണാടക കണക്ഷൻ നോക്കുകയാണെങ്കിൽ 5.50 കോടി കാണാൻ സാധിക്കുന്നു. തമിഴ്നാട് 4.90 കോടി. മറ്റു ഭാഗത്ത് നിന്ന് ഓൾമോസ്റ്റ് 2.14 കോടി. ഡൊമസ്റ്റിക് ആയിട്ട് 51.97 കോടിയാണ് കാണാൻ സാധിക്കും. UAE ഭാഗത്ത്, അതുപോലെ തന്നെ നോർത്ത് അമേരിക്ക, UK, അയർലാൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ ഭാഗത്ത് നിന്ന് ഓവർസീസ് മാത്രമായിട്ട് സിനിമയ്ക്ക് 40.5 കോടിയാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് 11 ദിവസം കഴിയുമ്പോൾ ആവേശം എന്ന സിനിമ ഫഹദ് അണ്ണൻ്റെ സിനിമ 92.2 കോടിനടുത്താണ് കാണാൻ സാധിക്കുന്നത് കളക്ഷൻ റിപ്പോർട്ടുകൾ. എന്തായാലും 13-12 ദിവസം പിന്നിടുമ്പോൾ സിനിമ 100 കോടി ക്ലബിലോട്ടായിരിക്കും പോകാൻ പോകുന്നത് വേൾഡ് വൈഡ് ആയിട്ട്. എന്തായാലും ആവേശം സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കാം. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ വന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ. അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെയാണ് സിനിമയും നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. 11 ദിവസം കൊണ്ട് സിനിമ ബോക്സ് ഓഫീസ് കളക്ഷനിൽ നോക്കുമ്പോൾ സൂപ്പർ 8 തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നേടിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. 8 ദിവസം പിന്നിടുമ്പോൾ സിനിമ 8 ദിവസം കൊണ്ട് മാത്രമായിട്ട് 21.25 കോടിയാണ് സിനിമ നേടിയെടുത്തത്. 9ാം ദിവസം വെള്ളിയാഴ്ച സിനിമയ്ക്ക് 1.72 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. 10ാം ദിവസം ശനിയാഴ്ച 2 കോടിയുടെ അടുത്ത് കാണാൻ സാധിക്കുന്നു. 11ാമത്തെ ദിവസം ഞായറാഴ്ചയായിട്ട് സിനിമയ്ക്ക് 2.49 കോടി കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ 11 ദിവസം പിന്നിടുമ്പോൾ സിനിമ കേരള ബോക്സ് ഓഫീസിന് മാത്രം 27.87 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് മാത്രം സിനിമ 3.13 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് 1.75 കോടി. മറ്റു ഭാഗത്ത് നിന്ന് ഓൾമോസ്റ്റ് 1.36 കോടി. ഡൊമസ്റ്റിക് ആയിട്ട് 34.11 കോടിൻ്റെ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. UAE, നോർത്ത് അമേരിക്ക, UK, അയർലാൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ ഭാഗത്തു നിന്നൊക്കെ ടോട്ടലായിട്ട് ഓവർസീസിന് 31.68 കോടിൻ്റെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് 11 ദിവസം കൊണ്ട് സിനിമ ഗ്ലോബലായിട്ട് 65.80 കോടിയാണ് സിനിമ നേടിയെടുത്തത്. എന്തായാലും സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 70 കോടിയിലോട്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ച കംപ്ലീറ്റ് ആവും എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്.
എന്തായാലും ഈ സിനിമയും 100 കോടിയിലോട്ട് തന്നെ എത്തട്ടെ. എന്തായാലും കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കുക. ഇതുപോലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ.